അങ്ങനെ ഓരോ വർഷം 10 വർഷം കൂടുമ്പോഴും മൂപ്പര് പുറത്തിറങ്ങും. മലയാളികളെ പ്രത്യേകതയാണത്. നിങ്ങൾ ഓമനിച്ച് കോമന നേരെ വന്നു. എനിക്ക് ഇഷ്ടമായില്ല. എങ്ങനെ ഉണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ ഇപ്പോൾ ഗോവയിൽ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം അല്ലേ? രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നൈറ്റ് എന്ന് പറയാൻ പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. മറ്റേ ഫുഡൊക്കെ കഴിച്ച് വന്ന് മറ്റേ ബാഗ ബീച്ചിലും അവിടെ എല്ലാം പോയി നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മളുടെ ആ 1 BHK അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ പ്ലാൻ എന്താ? ഇന്നത്തെ പ്ലാന് നമുക്ക് മറ്റേ ആ പള്ളികളില്ലേ, ഏത് പള്ളികള്? ബസലിക്ക, മറ്റേ മൂപ്പരെ പുറത്തെടുത്ത് വെച്ചില്ലേ? അല്ല, ഒരു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കൊറേ ആൾക്കാര് ഗോവയില് കാല് കുത്തിയിട്ട് മഡ്ഗവ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കിടന്നുറങ്ങിട്ട് പോയിക്കില്ലായിരുന്നു ഒരു ദിവസം. അന്ന് കൊറേ നല്ല തിരക്കുള്ള ഒരു ദിവസമില്ല, ഒരാളെ പുറത്ത് 10 കൊല്ലത്തിന് ശേഷം എന്തോ എടുത്ത് പുറത്ത് വെക്കണേ. ആ സംഭവത്തിലെ മൂപ്പര് എന്താ ബസലിക്ക ജീസസ് ബോസ്കോ അങ്ങനത്തെ ഒരു പള്ളി, നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് പറയാം. അവിടെ പോകണം. പിന്നെ പഞ്ചിമിലുള്ള ആ പള്ളിയിൽ പോകണം. അതൊക്കെ അല്ലേ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. അപ്പം നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങള് നേരെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പക്ഷേ തൊപ്പി വാങ്ങി, 2 തൊപ്പി വാങ്ങി. ഭയങ്കര വെയില്. ഞങ്ങളിപ്പോൾ ബസലിക്ക മറ്റേ ബോം ജീസസ് എന്ന് പറഞ്ഞ ആ പള്ളിയിലേക്ക് വന്നിക്കാം. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ? ആ കാണുന്നത് വൈറ്റ് ചർച്ച് അല്ലേ? ആണോ? ആണ്. വൈറ്റ് പെയിന്റ് അടിച്ചുകൊണ്ടാണോ വൈറ്റ് ചർച്ച് അവിടെയല്ലേ മറ്റേ മൂപ്പരെ തിരുശേഷിപ്പ് എടുത്തു വെച്ച നമുക്ക് കാണാൻ തോന്നുന്നു. പള്ളീൻ്റെ ഉള്ളിൽ കയറിയുണ്ട്, പക്ഷെ ഇപ്പൊ പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇത്രയും മറ്റേ നട്ടപ്പൊരി വെയിലത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു നല്ല മരമുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് എല്ലാവരും വന്നു കേട്ടിരുന്ന് റെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി റെസ്റ്റ് ചെയ്യണോ അല്ലേ പള്ളീൻ്റെ ഉള്ളിൽ കയറണം? അപ്പോൾ നമ്മൾ വെയിലും ഇതൊക്കെ കൊണ്ടും കാട്ട് ആൾക്കാർക്ക് നമ്മൾ ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ കഷ്ടപ്പെട്ട് വന്നത് ഈ നട്ടപ്പൊരി വെയിലത്ത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വരാം. ഉള്ളിൽ മറ്റേ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എത്ര അലൗഡ് ആണെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. അപ്പം നോക്കിയിട്ട് പറ്റുന്നതൊക്കെ നമുക്ക് എടുക്കാം. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇതിൽ കയറിയ പള്ളി അത്. എങ്ങനെ? വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ യുനെസ്കോൻ്റെ കയറിയ പള്ളി അത്. ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1500 സംതിങ്ങിൽ എങ്ങാനാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ഡേറ്റ് കൊല്ലവർഷമൊക്കെ അറിയില്ല, എഴുതി കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ 1600 സംതിങ്ങിൽ ഇത് മറ്റേ പള്ളി എന്താ പറയുക ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. സെന്റ് ഫ്രാൻസിസ് സേവിയർ മൂപ്പരെ തിരുശേഷിപ്പ് മരിച്ചിട്ട് ഇവിടെ കാത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കെമിക്കലൊന്നും ഇടാൻ ആ ഒരു നാച്ചുറൽ ഇതിൽ തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു വെക്കും. ഇപ്പം ലാസ്റ്റ് എടുത്ത് വെച്ചതേനു കഴിഞ്ഞ കൊല്ലം 2024 അല്ലേ? അപ്പോൾ അതിൻ്റെ മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ച 2014, പിന്നെ 2024, അങ്ങനെ ഓരോ 10, അടുത്ത 2034, അങ്ങനെ ഓരോ വർഷം 10 വർഷം കൂടുമ്പോഴും മൂപ്പര് പുറത്തിറങ്ങും അല്ലേ? അങ്ങനെ ഞങ്ങളിത് ആ പള്ളീൻ്റെ അകത്തൊക്കെ കയറി. പള്ളീൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ലാത്തതിനോട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മറ്റേ പുണ്യാളനില്ലേ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ മൂപ്പരെ തിരുശേഷിപ്പ് വെച്ച ആ ഒരു ബോക്സ് കണ്ടു. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, ഭാഗികമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ കാണാം. പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ഇപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു.
അത് ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ടാവും അല്ലേ? അരമണിക്കൂറുണ്ട്. അരമണിക്കൂറുണ്ടാവും. ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലത്ത് പോലും യേശു ക്രിസ്തുവിൻ്റെ എങ്ങനെയാണ് മറ്റേ ഇതിൽ കയറ്റിയ കുരിശ് കയറ്റിയ എന്നുള്ള സംഭവവും പിന്നെ ഏതേനും മറ്റേ സെൻറ്റ് സേവിയർ എങ്ങനെയാണ് മറ്റേ പുണ്യാളനായത് എന്നുള്ള അങ്ങനത്തെ സാധനമൊക്കെ കാണിച്ചെന്ന് കുറേ നടന്ന് ക്ഷീണിച്ചു. ഇനി പോവാ അവിടുന്ന്. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാം. നമുക്ക് താലി കഴിക്കാൻ പോവാം. താലി മലി കഴിച്ചിട്ട് പോവാ. ഇവിടെ മൊത്തം മലയാളികളാ. അതിന് എവിടെ പോയാലും മലയാളികള് ഇല്ലാണ്ടല്ലേ. ഏത് മുക്കിലെ പോലെ. അങ്ങനെയല്ല, അതാ പറഞ്ഞേ. നമ്മളെല്ലായിടത്തും പോവും. മലയാളികളെ പ്രത്യേകതയാണത്. നമ്മളെല്ലായിടത്തും പോവും. നമുക്ക് എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ കട്ട്. ഞാനെന്തോ മുടി കെട്ടിയതോ? ഞാനൊന്ന് മുടി കെട്ടണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഗോവയിൽ നിന്ന് വന്നെന്ന് പറയുമ്പോ ഒരു ഇതില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു മുടി ഒന്ന് തിരിച്ചിടാൻ. ഇതിന് 80 പോലും പറഞ്ഞ് ഇവിടെ 50. എവിടെ പോയാലും ബാർഗൈനിങ് അല്ലേ? ബാർഗൈൻ ഇല്ലാത്തൊരു ജീവിതം തന്നെ ഇല്ലല്ലേ? നിങ്ങൾ ഓമനിച്ച് കോമന നേരെ വന്നു എങ്ങനെയുണ്ടാ? അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള വൈറ്റ് പള്ളിയിൽ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് പോകുന്നത് ഉദ്ദേശം നടക്കൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊരി വെയിലാണ്. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി. ഇവിടെ പാർക്കിങ്ങിന് 50 രൂപയുള്ളൂ കേട്ടോ. അത് ഭയങ്കര എന്താ, മറ്റോടത്തൊക്കെ 100 രൂപ വാങ്ങുന്ന സമയത്ത് ഇവിടെ 50 രൂപയെ വാങ്ങുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ കയറിയ പള്ളിയിൽ എന്താ പറയുക, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നട്ടുച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് 2 മരമുണ്ട്. ഓ സ്വർഗം. പക്ഷെ അതിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ ഇങ്ങോട്ട് റോട്ടുമിലേക്ക് വന്നാൽ പിന്നെ പറ്റൂല, നല്ല ചൂടാ. പക്ഷെ നമ്മളൊരു വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അത്രയും പൊള്ളുന്ന വെയിലാണ്. കാരണം ഇത് ഒന്നാമത് സമ്മർ ടൈമാണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സമയത്ത് മാക്സിമം ശരിക്കും വരുന്നത് ഏർലി മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള അവിടുത്തെ ആംബിയൻസിന് അത്യാവശ്യം നല്ല രസമുള്ള ഒരു ആംബിയൻസ്. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ ഭയങ്കര ഒരുപാട് ഫോട്ടോസ് എടുക്കാനും ഭയങ്കര രസമാട്ടോ. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു അല്ലേ? കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു, പിന്നെ ഈ കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അത്യാവശ്യം നല്ല രസത്തിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഉള്ളില് പള്ളിയിലകത്തും അതുപോലെ തന്നെ ഇവർ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ സാധനമൊക്കെ കാണിക്കുന്ന സമയത്ത് അവിടെ ഒന്നും നമുക്ക് ഇപ്പൊ നമ്മൾ തൊപ്പിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളോട് അഴിക്കാൻ പറയും. അതുപോലെ തന്നെ എന്താ പറയാ, ഇത് ഫോട്ടോയും വീഡിയോയും അലൗഡ് അല്ല എന്ന് പറയും. അത് മാത്രമേ പറഞ്ഞു, വേറെ ഒന്നുമില്ല. അങ്ങനെ 20 രൂപയല്ലേ നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ആ ഒരു ഇതിന് വരുന്ന 20 രൂപയാണ്. ആ 20 രൂപയ്ക്ക് നമ്മൾ കണ്ടു ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പിന്നെ പോകുന്നത് ഇത് ഞാൻ പെട്ടേക്കുന്നത് കഫേ റിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ റിറ്റ്സ് എന്ന് പറയുന്നത് എത്രയോ വർഷം പഴക്കമുള്ളൊരു. ഞങ്ങളിതൊരു കഴിച്ചിട്ടൊന്നുമില്ല അവിടുന്ന്. പല ആളുകളും ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനാണ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മളൊരു താലി കഴിക്കുന്നു. താലി കഴിച്ചിട്ട് നമ്മള് പിന്നെ നമ്മള് ഇന്ന് നമുക്ക് ഇനി ഒരുപാട് സമയമില്ല. ഈവനിങ് നമ്മള് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകണം. നമ്മുടെ കാർ അവിടെയാണല്ലോ ഉള്ളത്, എയർപോർട്ടില്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകണം. അപ്പോ അതിന്റെ മുന്നേ എത്ര മണിക്കാ ട്രെയിൻ വരുന്നത്? നമ്മൾ തിരിച്ചു പോകുന്നത് ട്രെയിനിലാണ്. നൈറ്റ് ഏകദേശം 11:15 ഈ കാർ ഇപ്പൊ വൈകിട്ട് റിട്ടേൺ കൊടുത്തിട്ട് വേറെ വണ്ടി വിളിച്ചിട്ട് വേണം നമ്മളിപ്പോ മഡ്ഗാവിലേക്ക് പോകാം. മഡ്ഗാവിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. നാളെ ഏകദേശം ഒരു ഉച്ച എനിക്കൊരു 12 മണിയാകുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തും. എന്നിട്ട് അവിടെ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മളെ അവിടെ നിന്നായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ കാറൊക്കെ പാർക്ക് ചെയ്ത് നല്ല തണലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങളിതാ കഫേ റിറ്റ്സിലെത്തി. ആക്ച്വലി ഈ കഫേ റിറ്റ്സ് ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അതാണ് അത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്നുള്ളൊരു സംഭവം
ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ ഒന്ന് നോക്കാം. മൂപ്പര് വ്ളോഗിൽ പറഞ്ഞത് അടിപൊളി ഫുഡാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കഴിച്ചിട്ട് നമ്മളെ അഭിപ്രായം കൂടി നോക്കാം. ഇത്രയും ചെറിയ ഹോട്ടലിൽ വരെ മാറുണ്ട്. ഗോവയിൽ ഒരുവിധ എല്ലാ ഹോട്ടലുകളും മാറും. ഇതുപോലെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മറ്റേ ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാർ ഫുഡ് കഴിക്കാറുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കും, ഒരു സിപ്പ് ബീർ കുടിക്കും, ഒരു അങ്ങനെ കുറച്ചേച്ച് ഓർക്ക് അറിയാം എങ്ങനെ കുടിക്കേണ്ടത്. നമ്മൾ മറ്റേ കള്ള് നമ്മളെ കുടിക്കണ പോലെ നമ്മളെ നാട്ടുകാർ കുടിക്കും. എൻ്റെ താലിയിൽ ഇതാ റൈസ്, അച്ചാറ്, പിന്നെ രസം, പിന്നെ ശ്വേതാഭക്തൻ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, എന്തോ ഒരു പുളിവെള്ളം പോലത്തെ ആ സാധനം. പിന്നെ അതെന്താ നമ്മളെ വഴുതനങ്ങേൻ്റെ ഉപ്പേരി, മെഴുക്കുവരട്ടി പോലെ, മഷ്റൂം മറ്റേ റവയിലിട്ട് ഫ്രൈ ചെയ്തത്. ഇതെന്താ പായസം, ഇത് കറി, ഇത് പരിപ്പ് കറി, ചപ്പാത്തി, പപ്പടം, കുശാൽ. അങ്ങനൊക്കെ എന്തൊക്കെ ഉണ്ട്? എന്ത് പിന്നെ ഇത് വേറെന്തോ കറി, ഗ്രേവി കറി, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, രസമുണ്ട്, ഫിഷ് കറി ഉണ്ട്. ഇപ്പം നമ്മളൊന്നല്ല അറ്റാക്ക് ചെയ്യല്ലേ? കഴിച്ചോ. എനിക്ക് ഇന്നലെ കഴിച്ച താലി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വിശന്ന് കണ്ണാണ് എൻ്റെ കഴിച്ചതിനെ കൊണ്ടാണോ എന്നും അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫ്രൈകളൊക്കെ ഇപ്പം മീനായാലും ഇതിപ്പോൾ വെജിറ്റേറിയനിലുള്ള മഷ്റൂം ഫ്രൈയാണ്. അപ്പോൾ അതായാലും ഒക്കെ എന്താ റവയിൽ ഫ്രൈ ചെയ്തിട്ട് അവരെടുക്കണേ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതാണ് താലിൻ്റെ മെയിൻ സാധനം. താലി സിൻസ് 1976. അടിപൊളിയല്ലേ? ഫുഡൊക്കെ അടിപൊളിയാ, ഒന്നും പറയാനില്ല. എത്രയാകുമ്പോ ഒരു വെജിറ്റേറിയനും കഴിച്ചത് 482 അത്രേ ആയിക്കോളൂ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാത്തിനും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അതുകൊണ്ട് ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു. മറ്റേ കണ്ടപാടാർത്തി മൂത്ത് പ്രാന്തായ പോലെ തിന്നപ്പോഴത്തേക്ക് വയറ് കുറച്ചേക്ക് തിന്നാൻ കഴിഞ്ഞുള്ളൂ. അല്ല, നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞ ഇറങ്ങിയല്ലേ, പക്ഷെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. അപ്പൊ സമയം എത്രയായി? 2:45. ആ വടാപാവ് 2 കടി അടിച്ചും കേട്ടല്ലേ അടച്ചുള്ളൂ. എനിക്ക് ഇഷ്ടായില്ല. ഇഡലി വട ദോശ എനിക്ക് ഇഷ്ടായില്ല. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു വടാപാവിൻ്റെ ആ പാവുണ്ടല്ലോ, പാവല്ല വട ഉണ്ടല്ലോ, വടയില്ല അതിനിപ്പോൾ എന്താ പറയുക, മറ്റേ ബന്നുണ്ടല്ലോ, ബന്നൊരു സുഖല്ലേ. അപ്പോൾ അത് തിന്നാൻ കഴിഞ്ഞില്ല. അതിങ്ങനെ കടിക്കുമ്പോൾ എന്തൊക്കെയോ പോലെ ആവും, അതുകൊണ്ട് തിന്നാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇതാക്കിയാരെ വെള്ളം കുടിച്ചില്ലല്ലോ, നേരെ ഇങ്ങോട്ടല്ലേ വന്നേ. അപ്പോൾ ഇന്ന് കിടന്നുറങ്ങണം. അപ്പം ഞങ്ങളങ്ങനെ താലിയൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ കാറിൽ തന്നെ ഒന്ന് കിടന്നുറങ്ങി. പിന്നെ മുടിയൊക്കെ കെട്ടി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങി. നമ്മളിവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയി നോക്കിയതേനു എന്തെങ്കിലും സ്നാക്സ് തിന്നാണ്ടാവുമെന്ന്. പക്ഷേ ആടെ തുറന്നിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് പോകാൻ തീരുമാനിച്ചത്, ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഒരു 3.5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് ഉണ്ട് എന്നാണ് ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന ഓലുണ്ടല്ലോ, ഓരോട് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ബീച്ചിലേക്ക് പോയിട്ട് നോക്കാം. ഇതെങ്ങനെയുണ്ട്? ഗംഭീരൊന്നാന്ന് പറയണ്ട, ഇച്ചിരി എനിക്ക് രസമുണ്ടോ നോക്ക്. കറു തറ മാങ്ങ കാണുമ്പോ ഒരു രസാണ്. മാങ്ങ കാണുമ്പോ പൈസ കൊടുക്ക്. പോക്കറ്റുമേ ചില്ലറല്ലോ, ചില്ലറല്ല. ഇതൊന്നും കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വാങ്ങാതെ ഞങ്ങളാരോ അപ്പൊക്ക് നിങ്ങൾ വാങ്ങിത്തരണ്ടേ?
drop you. Direct bus will get from Kanjimapur. അല്ല ശരിക്കും വെജിനല്ലേ പെട്ടെന്ന് കിട്ടുക. കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് കാറൊക്കെ റെൻറ്റിനുള്ള അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവർ തന്നെയാണ് കേട്ടോ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. ഭയങ്കര ഹെൽപ്പായിരുന്നു. നല്ല സ്വഭാവമുള്ള ആൾക്കാർ. അവർക്ക് നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട്, ഇനിയിപ്പോൾ കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും റെൻറ്റിന് എടുക്കണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാറും ബൈക്കൊക്കെ അവിടുന്ന് റെൻറ്റിനെടുക്കാം. അങ്ങനെ അവർ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നേരത്തെ എത്തിയതിനെ കൊണ്ട് ഇവിടെ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതാ നല്ല ഗോവൻ താലി കഴിച്ചിട്ട് നമ്മുടെ ട്രെയിന് 11. ഇവിടെ പുതിയ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഫുഡ് കോർട്ട് പോലെ സ്റ്റാർട്ട് ചെയ്തത്. 24 hour. ഇതുവരെ ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്തൊന്നും ഇവിടെ ഇല്ല. പണി നടക്കുന്ന സമയമാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ. ഇപ്പോൾ അത് അവിടെ എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. താലിയും നോൺ വെജും പിസ്സ അങ്ങനെ ബർഗർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ 24 hours എനിക്ക് ഇവിടെ ഗോവൻ മഡ്ഗാവിൽ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. നല്ല അഫോർഡബിൾ പ്രൈസും ആണ്. അല്ലാണ്ട് വലിയ അറക്കലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങളത് ഗോവയെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 11:30-ക്കാണ് അല്ലേ. 11:00-ക്കാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത്. അതുവരെ ഇനി ഓൾറെഡി ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കയറിയിരിക്കാം. എന്നിട്ട് ഒരു 11 ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അത് വലിയ കുഴപ്പമുണ്ടാവില്ല. അവിടെ നിന്ന് തന്നെ നേരെ ഇറങ്ങി കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചുകൂടി വിശ്രമിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.